കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മൗനനായ കർത്താവേ, നിനക്കും മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് അങ്ങയിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയ വരങ്ങളെ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്ത സമയം ദൈവികാര്യങ്ങൾ ഞങ്ങൾ പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തികയ്ക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മൾ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിൽ ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കത്രേ നമുക്ക് ഉള്ളത്. നാമായിരിക്കുന്ന സ്ഥലങ്ങളിൽ തലകളെ വണക്കി നമ്മെ തന്നെ നമുക്ക് ശോധന ചെയ്യാം. ജീവിതത്തിന്റെ കുറവുകൾ, ബലഹീനതകൾ വിനയമായി നമ്മൾക്ക് ദൈവത്തോട് ഏറ്റുപറയാം. സർവശക്തിയും മഹാഗണപിതാവേ, ഞങ്ങൾ
ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്താത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളെ സൗഖ്യവുമില്ല അശ്വന്മാരായ തെറ്റുകാരായ ക്ഷമിക്കണമേ. മാർഗപ്രകാരം വീണ്ടും കൈക്കൊള്ളണമേ. ഞങ്ങളിനോടും സുഖത്തോടും നടക്കേണ്ടതിന് ക്രിസ്തു കൃപ ചെയ്യണമേ. ആമേൻ. എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന സ്വഭാവവും ലക്ഷണവുമുള്ള ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകളെ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപ ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നു. എങ്കിലും ഞങ്ങളുടെ മധ്യസ്ഥനും കാര്യസ്ഥനുമായ യേശുക്രിസ്തു ബഹുമാനത്തിനായിട്ട് എന്റെ മഹാകരുണ കൊണ്ട് ഞങ്ങളെ അഴിച്ചു വിടണമേ. കർത്താവിനെ സ്തുതിപ്പീൻ. 95-ാം സങ്കീർത്തനം 1 മുതൽ വരുവേൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ ആർപ്പിടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകലന്മാർക്ക് മീതെ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവിടുത്തെ ഉണ്ടാക്കി, കരയെയും അവന്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാം അവന്മേക്ക് ജനവും അവന്റെ കൈക്കിലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തേക്കുള്ള സങ്കീർത്തനം വായി. നിഷ്കളങ്കനായി നടന്ന നീതി പ്രവർത്തിക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവ് കൊണ്ട് കുരുള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരൻ അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, വർഷങ്ങളെയും ഭക്തന്മാരെ അവളാനിക്കുകയും ചെയ്ത് സത്യം ചെയ്യണമെന്ന് തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവൻ വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്ന ഒരു നാൾ കുഞ്ഞെ പോകുന്നതാ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മാത്രമുണ്ടാകട്ടെ. ഒന്നാം പാഠം. ഇന്ന് കാലത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 10 വരെ. ഉൽപ്പത്തി 18, 1 മുതൽ 10 വരെ. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. യജമാനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. വൃക്ഷത്തിൻ കീഴിൽ ഇരിപ്പീൻ, ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവരാം. വിശപ്പ് അടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയന്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു. നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് അവർ പറഞ്ഞു. അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറയുടെ അടുക്കൽ ചെന്ന്, നീ ക്ഷണത്തിൽ 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അബ്രഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായ ഒരു കാളക്കുട്ടിയെ പിടിച്ച് ഒരു ബാല്യക്കാരന്റെ പക്കൽ കൊടുത്തു. അവൻ അതിനെ ക്ഷണത്തിൽ പാകം ചെയ്തു. പിന്നെ അവൻ വെണ്ണയും പാലും താൻ പാകം ചെയ്യിച്ച കാളക്കുട്ടിയെയും കൊണ്ടുവന്നു.
അവരുടെ മുമ്പിൽ വെച്ചു. അവരുടെ അടുക്കൽ വൃക്ഷത്തിൻ കീഴിൽ ശുശ്രൂഷിച്ചു നിന്നു. അവർ ഭക്ഷണം കഴിച്ചു. അവർ അവനോട്, നിന്റെ ഭാര്യ സാറ എവിടെ എന്ന് ചോദിച്ചതിന്, കൂടാരത്തിൽ ഉണ്ട് എന്ന് അവൻ പറഞ്ഞു. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് അവൻ പറഞ്ഞു. സാറ കൂടാരവാതിക്കൽ അവന്റെ പിൻവശത്ത് കേട്ടുകൊണ്ട് നിന്നു. എന്നാൽ അബ്രഹാമും സാറയും വയസ്സ് ചെന്ന് വൃദ്ധരായിരുന്നു. ഇവിടെ 1-ാം പാഠം അവസാനിക്കുന്നു. മൂന്ന് വിശുദ്ധവാക്യന്മാരുടെ പാട്ടെന്ന ഭാഗം വാക്യപ്രതിവാക്യമായിട്ട് ഉപയോഗിക്കാം. 3 വിശുദ്ധവാക്യന്മാരുടെ പാട്ട്. കർത്താവിന്റെ സകല സൃഷ്ടികളുമേ, കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ആകാശങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, ആകാശവിധാനത്തിന് മേലെയുള്ള വെള്ളങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശ നക്ഷത്രങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, മഴയും മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ദൈവത്തിന്റെ രാജ്യങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, അഗ്നിയും ഉഷ്ണവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ശീതകാലവും ഉഷ്ണകാലവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, ഉറച്ച മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ഉറച്ച മഞ്ഞും ശീതവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, ഉറച്ച വെള്ളവും ഹിമവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. രാപ്പകലുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, ഇരുൾ വിളവുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. വിനയങ്ങളും മേഘങ്ങളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെ ഇന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ഭൂമി കർത്താവിനെ വാഴ്ത്തട്ടെ, അത്രയുമല്ല അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ. പർവ്വതങ്ങളും കുന്നുകളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, ഭൂമിയിലെ സകല സസ്യവർഗങ്ങളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. കിണറുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, സമുദ്രങ്ങളും നദികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. വെള്ളത്തിൽ ജന്തുക്കൾ സകലവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, ആകാശത്തിലെ സകല മൃഗങ്ങളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. സകല മൃഗങ്ങളും കന്നുകാലികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, മനുഷ്യ മക്കളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഇസ്രായേൽ കർത്താവിനെ വാഴ്ത്തട്ടെ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ. കർത്താവിന്റെ പുരോഹിതന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ, കർത്താവിന്റെ ദാസന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. നീതിമാന്മാരുടെ ആത്മാക്കളും ദേഹികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, ദൈവത്തിനെയും വിനയമുള്ള മനുഷ്യരെ കർത്താവിനെ വാഴ്ത്തുവിൻ. അനന്യാവും അസ്രിയായും മിശായേലുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ നമുക്ക് വാഴ്ത്താം, അവനെ ഇന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്താം. കർത്താവേ, സ്വർഗീയ മണ്ഡലങ്ങൾ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു, നീ എന്നേക്കും സ്തുതിക്കപ്പെടുന്നവനും എല്ലാറ്റിലും മീതെ മഹോന്നതനും ആകുന്നുവല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിലും എപ്പോഴും നീങ്ങളുടെ കാലത്തന്നെ. ആമേൻ. രണ്ടാം ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന 2-ാം പാഠം എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 1 മുതൽ 8 വരെ. എബ്രായർ 13-ന്റെ 1 മുതൽ 8 വരെ. സഹോദര പ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകിയാൽ കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവീൻ. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ.
ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. അവരുടെ ജീവിതാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഇവിടെ 2-ാം പാഠം വായിച്ച് അവസാനിക്കുന്നു. സുവിശേഷ പാഠങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങുന്നു. അതിനുശേഷം യേശു പിന്നെയും തിബരിയോസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധം ആയിരുന്നു. ശിമോൻ പത്രോസും ദിദിമാസ് എന്ന തോമാസും ഗലീലിലുള്ള കാനയിലെ നഥനയേലും സെബദി മക്കളും അവരുടെ ശിഷ്യന്മാരിൽ വേറെ 2 പേര് ഒരുമിച്ച് കൂടിയിരുന്നു. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറി പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാരറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവരെ ഉത്തരം പറഞ്ഞു. പടകിന്റെ വലത്ത് ഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശിമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം ദൂരത്തല്ലായാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചുകൊണ്ട് ചെറിയ പടകിൽ വന്നു. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച് മീൻ ചിലത് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. ശിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. ഇത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു അവരോട്, വന്ന് പ്രാതൽ കഴിച്ചോളുവീൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആരാകുന്നു എന്ന് അവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തുന്നതിന് ശേഷം ഞാൻ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. നിങ്ങൾ കേട്ടത് ദൈവവചനമാകുന്നു. ക്രിസ്തുവേ നിനക്ക് സ്തുതി. വിശുദ്ധ ആരാധനയിലേക്ക് ബഹുമാനപ്പെട്ട അച്ഛന്മാർ സിസി ജേക്കബച്ചൻ, രാജു ജേക്കബച്ചൻ, വിജയ് വർഗീസ് അച്ഛൻ തുടങ്ങിയ അച്ഛന്മാർ, എല്ലാ സഭാംഗങ്ങളെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശിഷ്യ വിജയ് വർഗീസ് അച്ഛനെ പ്രത്യേകമായി സ്വാഗതം ചെയ്യട്ടെ. അടുത്ത പാട്ടിന് ശേഷമായിട്ട് അച്ഛൻ നമ്മോട് ദൈവത്തിന്റെ വലുതെന്ന് സംസാരിക്കുന്നതാണ്. ഇംഗ്ലണ്ട്, അയർലൻഡ് സഭകളുടെ ചാർജിലാണ് ഇപ്പോൾ അച്ഛൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കീർത്തനം 406. കീർത്തനം 406.
നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനുമായ ദൈവമേ, ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിത പ്രതികൂലങ്ങളുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നിന്റെ ആതിഥേയത്വം സ്വീകരിച്ച തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. നിന്റെ സ്വരം കേൾക്കുവാൻ, നിന്റെ കരത്തിന്റെ ശക്തി അനുഭവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തിപ്പെടുത്തണമേ. അടിയന്റെ വായിലെ വാക്കുകളും അടിയങ്ങൾ ഹൃദയങ്ങളിലെ വിചാരങ്ങളും എല്ലാം നിനക്ക് ഏറ്റവും പ്രസാദകരമായിരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഈ വിശുദ്ധ ദിവസം ആരാധനയിൽ സംബന്ധിക്കുവാൻ ദൈവം നൽകിയ മുഖാന്തരങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ഈ ഒരു ആരാധനയിൽ ബഹുമാനപ്പെട്ട ചെറിയാൻ തോമസ് അച്ഛനോടൊപ്പം, CC ജേക്കബ് അച്ഛനോടൊപ്പം, രാജു ജേക്കബ് അച്ഛനോടൊപ്പം, മച്ചുകാട് CSI സെന്റ് ആൻഡ്രൂസ് ഇടവകയിലെ അംഗങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കുന്നത് ഒരു ഭാഗ്യമായി കരുതുന്നു. ഇത് ആദ്യമായിട്ടല്ല മച്ചുകാട് CSI ഇടവക അംഗങ്ങളോട് ചേർന്ന് ആരാധനയിൽ പങ്കുചേരുന്നത് എന്ന് എനിക്ക് അറിയാം. എങ്കിലും ഇതൊരു വെർച്വൽ മുഖാന്തരം ഉപയോഗിച്ച് നമ്മൾ പലയിടങ്ങളിൽ നിന്ന് പങ്കുചേരുമ്പോൾ ഇതിന് അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. ഈ ഒരു സാധ്യതയെ ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റുമ്പോൾ തന്നെ ഇങ്ങനെ നമ്മൾ കൂടി വരേണ്ടി വന്ന കാരണത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ കാരണങ്ങളൊക്കെ മാറി വീണ്ടും നമുക്ക് ഫിസിക്കലായി നമ്മുടെ ആലയങ്ങളിൽ കൂടി ദൈവത്തെ ആരാധിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ സാധാരണ ഓർപ്പിക്കുന്നത് പോലെ ഈ ഒരു മുഖാന്തരം മാത്രമാണ് വെർച്വൽ.
ഇടവകയിലെ കമ്മിറ്റി അംഗങ്ങളോടുമുള്ള ആത്മാർത്ഥമായ നന്ദി ഇത്തരുണത്തിൽ അറിയിച്ചു കൊള്ളട്ടെ. കർത്താവിന്റെ ഉയർപ്പിന് ശേഷമുള്ള ഞായറാഴ്ചകളിൽ കർത്താവ് തന്റെ ശിഷ്യന്മാർക്കും മറ്റുള്ളവർക്കും പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ചാണ് നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കുന്ന വിഷയം ഇൻവിറ്റേഷൻ ടു ക്രൈസ്റ്റ് ഹോസ്പിറ്റാലിറ്റി എന്നുള്ളതാണ്. ക്രിസ്തുവിന്റെ ആതിഥ്യത്തിലേക്ക്, ഇൻവിറ്റേഷൻ ടു ക്രൈസ്റ്റ് ഹോസ്പിറ്റാലിറ്റി. ആതിഥ്യം അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി എന്ന പ്രയോഗം നമുക്ക് വളരെ പരിചിതമാണ്. സാധാരണഗതിയിൽ 3 തരത്തിലുള്ള ഹോസ്പിറ്റാലിറ്റി, ആതിഥേയത്വം നമുക്ക് അറിയാം. ഒന്ന്, നമ്മൾ ഒരാളെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിന്റെ ഒരു കാരണം അവരോടുള്ള സ്നേഹമാണ്. നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മൾ നമ്മുടെ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നു. നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മെ അവരുടെ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നു. രണ്ടാമത്തെ കാരണം ഒബ്ലിഗേഷനാണ്, ഉത്തരവാദിത്വമാണ്. എന്നെ ഒരു കല്യാണത്തിന് ക്ഷണിച്ച കുടുംബത്തെ എന്റെ കല്യാണം വരുമ്പോൾ ഞാനും ക്ഷണിക്കുക എന്നത് എന്റെ ഒരു ഉത്തരവാദിത്തമാണ്, ഒബ്ലിഗേഷനാണ്. മറ്റു ചില അവസരങ്ങൾ, ചുരുക്കം അവസരങ്ങളിലെങ്കിലും ഹോസ്പിറ്റാലിറ്റി ബിക്കംസ് ആൻ അജണ്ട, ഒരു സെൽഫിഷ് മോട്ടീവ് സാധിക്കുന്ന അജണ്ടയായി മാറും. നമുക്കറിയാം, നമ്മുടെയൊക്കെ നാട്ടിൽ, നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു പുതിയ ഭവനം നിർമ്മിക്കുമ്പോൾ പ്ലാൻ ഒക്കെ സാങ്ഷൻ ചെയ്യേണ്ട സമയമാകുമ്പോൾ അതിന്റെ എഞ്ചിനീയേഴ്സിനെയൊക്കെ വിളിച്ച് നമ്മൾ വീട്ടിൽ ഭക്ഷണം കൊടുക്കും. അവരോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അവരിൽ നിന്നെന്തോ സാധിക്കുവാൻ വേണ്ടിയുള്ള ഒരു തരം ഹോസ്പിറ്റാലിറ്റി. ഇതിൽ ഏത് ഹോസ്പിറ്റാലിറ്റിയാണ് ഏറ്റവും ഉദാത്തമെന്ന് ചോദിച്ചാൽ ആദ്യത്തെ തന്നെയാണ്, സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ട ഹോസ്പിറ്റാലിറ്റി. എന്നാൽ നമ്മൾ സ്നേഹത്തിൽ ഒരാളെ ഇൻവൈറ്റ് ചെയ്ത് അവർക്ക് ആതിഥ്യം അരുളുന്നതിനേക്കാൾ അപ്പുറത്താണ് യേശു നൽകുന്ന ഹോസ്പിറ്റാലിറ്റി, ആതിഥേയത്വം എന്ന് മനസ്സിലാക്കാൻ ഇന്നത്തെ വേദഭാഗം പര്യാപ്തമാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ അത് വ്യക്തമാക്കുന്നു. യേശു ഒരു ഹോസ്റ്റായി മാറുമ്പോൾ, യേശു നമുക്ക് ആതിഥ്യം അരുളുമ്പോൾ, നമ്മെ ആ ആതിഥ്യത്തിലേക്ക് യേശു ക്ഷണിക്കുമ്പോൾ 3 തരത്തിലുള്ള ഹോസ്പിറ്റാലിറ്റി ഓഫർ ചെയ്യുന്ന ആളാണ് യേശു എന്ന് മനസ്സിലാക്കാൻ ഈ വേദഭാഗത്തിലൂടെ നമുക്ക് സാധിക്കും. ഒന്നാമത് 21-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്നവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടവ് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. ഒന്നാമത് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, തകർന്നവരെ തേടിച്ചെല്ലുന്ന ആതിഥേയൻ, ഇൻവിറ്റേഷൻ ടു റീജുവനേഷൻ, തകർന്നവരെ തേടിച്ചെല്ലുന്ന ആതിഥേയൻ. കർത്താവ് ഇവിടെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് വാ വന്ന് കഴിക്കാം എന്ന് പറയുന്ന പശ്ചാത്തലത്തിൽ നാം കാണുന്നത് തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരു ചെറിയ സമൂഹത്തെയാണ്. യേശു തന്റെ ഉയർപ്പിന് ശേഷം ആദ്യം പോയത് എവിടേക്കാണ്? യേശുവിന്റെ സ്ഥാനത്ത് ഒരുപക്ഷെ നമ്മളായിരുന്നെങ്കിൽ എങ്ങോട്ട് സഞ്ചരിച്ചേനെ? ഞാനും നിങ്ങളുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആദ്യം പോകുന്നത് ഹെരോദാവിന്റെയോ കൈസറുടെയോ പീലാത്തോസിന്റെയോ മഹാപുരോഹിതന്റെയോ പുരോഹിതന്മാരുടെയോ പരീശന്മാരുടെയോ സദൂക്യരുടെയോ അടുക്കലേക്കായിരിക്കും. എന്നിട്ട് പറയും, നിങ്ങൾ എന്നെ ക്രൂശിക്കാൻ ശ്രമിച്ചു, എന്നാൽ ഞാനോ വിജയിച്ചിരിക്കുന്നു. നിങ്ങൾ എന്നെ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ചു, പക്ഷെ ഞാനിതാ വിജയിച്ചിരിക്കുന്നു. നിങ്ങൾ എന്നെ കുഴിയുടെ ഉള്ളിൽ വെച്ച് കല്ലുരുട്ടി വെച്ച് പട്ടാളക്കാരെ നിർത്തി അടച്ചിടാൻ ശ്രമിച്ചു, പക്ഷെ ഞാൻ അതിനെ ഭേദിച്ച് പുറത്തു വന്നിരിക്കുന്നു. You try to defeat me, but I have conquered death. ഞാൻ മരണത്തെ പരാജയപ്പെടുത്തി വിജയശീലാളിതനായി വന്നിരിക്കുകയാണെന്ന് പറയാൻ നാം ശ്രമിച്ചേനെ. എന്നാൽ യേശു ഒരിക്കലും സ്വന്തം വിജയങ്ങൾ ആഘോഷിക്കുവാൻ വേണ്ടി പോകുന്നവനല്ല, മറിച്ച് പരാജയത്തിന്റെ ഭീതിയിലായിരിക്കുന്നവരെ, പരാജയപ്പെട്ടു എന്ന് ചിന്തിച്ച് തകർന്നും തളർന്നും ഇരിക്കുന്നവരെ ശക്തീകരിക്കുവാനായി പോകുന്നവനാണ് ഈ യേശു. ഇന്ന് നമ്മൾ പാടിയ പാട്ട് 406-ാം കീർത്തനത്തിന്റെ അവസാനത്തെ ചരണം ഇങ്ങനെയാണ്: ജീവനില്ലാത്തവൻ ജീവിക്കുവാൻ, ദൈവത്തിൻ ഭക്തർ ശക്തിയായിടാൻ ഏകുക യേശുവേ നിൻ വാക്കിനാൽ. നാം ഓരോരുത്തരും ശക്തിഹീനരായി മാറുമ്പോൾ, ജീവൻ നഷ്ടപ്പെട്ടവരായി തകർന്ന് തരിപ്പണമായി മാറുമ്പോൾ നമ്മെ തേടി വരുന്ന യേശുവാണ്. സ്വന്തം വിജയം ആഘോഷിക്കുവാൻ പോകാൻ യേശു എങ്ങോട്ടാണ് ആദ്യം പോയത്? ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ലോക്ക്ഡൌൺ ആയിരുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തിലേക്കാണ്.
മുറിയുടെ ഉള്ളിൽ അടച്ച് ഭയത്തോടും വിറയലോടും ഇരുന്ന ലോക്ക്ഡൌണിന്റെ അനുഭവത്തിലായിരുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് യേശു ചെല്ലുന്നത്. ലോക്ക്ഡൌൺ എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ ലോക്ക്ഡൌൺ മാത്രമല്ല. മുറിയുടെ ഉള്ളിൽ അടച്ചിരുന്നപ്പോൾ അതൊരു ഫിസിക്കൽ ജോഗ്രഫിക്കൽ ലോക്ക്ഡൌൺ ആണ്. എന്നാൽ എമൂവേഴ്സിലേക്ക് സഞ്ചരിക്കുന്ന രണ്ടുപേരുണ്ട്. അവരൊരിക്കലും മുറിയുടെ ഉള്ളിലല്ല, അവർ വഴിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിലും ദേ ആർ ഓൾസോ എക്സ്പീരിയൻസിങ് ലോക്ക്ഡൌൺ. അനേക ചോദ്യങ്ങൾക്ക്, വിശ്വാസപരമായ പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കാതെ ലോക്ക്ഡൌണിലാണ് ആ രണ്ടുപേർ. രാവിലെ കല്ലറയിലേക്ക് പോയ മറിയയും സ്ത്രീകളും അവർ തങ്ങളുടെ നാഥനെ നഷ്ടപ്പെട്ടു എന്നുള്ള ചിന്തയിൽ, തങ്ങളുടെ നാഥൻ മരിച്ചു എന്ന ചിന്തയിൽ അവരും ഇമോഷണലി ഒരു ലോക്ക്ഡൌണിലാണ്. തോമസ് കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചു വിശ്വാസപരമായ ലോക്ക്ഡൌണിലാണ്. ജീവിതത്തിൽ ലോക്ക്ഡൌണായി ഞാനും നിങ്ങളും കിടന്ന് അന്താളിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നവനായ ഒരു യേശു. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ശിഷ്യന്മാരെ കാണുന്നത് കടൽക്കരയിൽ വെച്ചാണ്, ഗലീലയുടെ കടൽക്കരയിൽ വെച്ചാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഗലീലയുടെ കടൽക്കര എന്ന് പറയുമ്പോൾ അവരെ കർത്താവ് എവിടെ നിന്നാണോ വിളിച്ചത് അവിടേക്ക് മടങ്ങിപ്പോയിരിക്കുകയാണ്. സോ ദേ വെന്റ് ബാക്ക് ടു സ്ക്വയർ വൺ. അവർ ആശ്രയം വെച്ച കർത്താവിനെ അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള തിരിച്ചറിവിൽ ദേ ആർ ഗോയിങ് ബാക്ക് ടു സ്ക്വയർ വൺ. അവരെവിടെ ആരംഭിച്ചോ അവിടേക്ക് തിരിച്ചു എന്ന തകർന്ന് തരിപ്പണമായി പോയ ഒരു സമൂഹം. പത്രോസാണ് പറയുന്നത്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ബാക്കി ശിഷ്യന്മാർ പറയുന്നു, നീ പോവുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ ഇവിടെ വെറുതെ കുത്തിയിരിക്കുന്നത്, ഞങ്ങളും കൂടെ വരികയാണ്. രാത്രി മുഴുവൻ അധ്വാനിക്കുകയാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചു, വള്ളവും വലയും ഉപയോഗിച്ച് അവരുടെ കഴിവുകൾ പരമാവധി ഉപയോഗിച്ച് അധ്വാനിച്ചു. പക്ഷേ പരിഹാരം കാണുന്നില്ല. സത്യത്തിൽ ഇന്നത്തെ അവസ്ഥയുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ചിലരെങ്കിലും മെഡിക്കൽ ഫ്രട്ടേണിറ്റിയുടെ ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ കോവിഡിനെ നേരിടുവാൻ അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാകാം. നമ്മളൊക്കെ ചിന്തിച്ചേക്കാം, ദൈവമേ, രാത്രി മുഴുവൻ അധ്വാനിക്കുകയാണ്, വള്ളവും വലയും എറിഞ്ഞ് ലോകമെമ്പാടും എത്രയോ പേർ പ്രാർത്ഥനാ നിരതമായി അധ്വാനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഒന്നും ഫലം കാണുന്നില്ലല്ലോ. തകർന്ന് നിരാശരായി തരിപ്പണമായി മാറുന്ന നിമിഷങ്ങളിൽ ഇവിടെ ഈ വേദഭാഗം നൽകുന്ന ഉറപ്പ് ഇതാണ്: എ ഗോഡ് ഹു കംസ് ഇൻടു അവർ ലൈവ്സ് ആൻഡ് ഇൻവൈറ്റ്സ് us his hospitality. തകർന്നിരിക്കുന്ന നമ്മളെ ശക്തിയിലേക്ക്, ജീവനിലേക്ക് നയിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നവനായ ഒരു തമ്പുരാൻ, തകർന്നവരെ തേടിച്ചെല്ലുന്ന ആതിഥേയൻ. ഇന്നത്തെ ആരാധനയെ സംബന്ധിക്കുന്ന ആരെങ്കിലും തളർന്നിരിക്കുന്ന ഏതെങ്കിലും അനുഭവത്തിലൂടെ കടന്നു പോവുക, ഏതെങ്കിലും തരത്തിലുള്ള ലോക്ക്ഡൌണുകളുടെ മധ്യത്തിലാണെങ്കിൽ കർത്താവിന് ലോക്ക്ഡൌൺ ഒരു പ്രയാസമല്ല, പ്രശ്നമല്ല. നമ്മുടെ ജീവിതത്തിന്റെ ലോക്ക്ഡൌണുകളിലേക്ക് ഇറങ്ങി വരുവാൻ പ്രാപ്തനായ ദൈവം പറയുകയാണ്, വാ മക്കളെ, കഴിക്കാം. എന്തിനാ വിശന്നിരിക്കുന്നത്? ഈ വിഷമമൊക്കെ എന്തിനു വഹിക്കണം? എന്തിനു നിങ്ങൾ വിശപ്പില്ലാതെ കഴിക്കാതിരിക്കണം? വാ, കഴിക്കാം. I'm inviting you to my hospitality. എന്റെ ഈ ആതിഥേയത്വം സ്വീകരിച്ച് വന്ന് കഴിച്ചാട്ടെ എന്ന് വിളിക്കുന്ന, സ്നേഹനിർഭരനായി നമ്മെ ക്ഷണിക്കുന്ന യേശുവിന്റെ ഹോസ്പിറ്റാലിറ്റി, ആ ഒരു ആതിഥേയന്റെ സന്നിധിയിലേക്കാണ് നാം ഇന്ന് അടുത്തു വന്നിരിക്കുന്നത്. നാം അവിടെ തന്നെയാണ് ഇന്നായിരിക്കുന്നത്. 21 അധ്യായത്തിന്റെ 9 വാക്യം. കരക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്ന അപ്പവും കണ്ടു. കരക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. തള്ളിപ്പറഞ്ഞവരെ തേടിച്ചെല്ലുന്ന ആതിഥേയൻ. തള്ളിപ്പറഞ്ഞവരെ തേടിച്ചെല്ലുന്ന ആതിഥേയൻ. ഇൻവിറ്റേഷൻ ടു റെസ്റ്റോറേഷൻ. ഇൻവിറ്റേഷൻ ടു റെസ്റ്റോറേഷൻ. തള്ളിപ്പറഞ്ഞു എന്ന് നാം വായിക്കുമ്പോൾ നമ്മുടെ ചിന്ത പത്രോസ് മാത്രമാണ് യേശുവിനെ തള്ളിപ്പറഞ്ഞു എന്നുള്ളത്. ശരിയാണ്, പത്രോസ് തള്ളിപ്പറഞ്ഞു, 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞു, ഒരു സംശയവുമില്ല. പക്ഷെ പത്രോസ് മാത്രമാണോ യേശുവിനെ തള്ളിപ്പറഞ്ഞത്? 3-3.5 വർഷക്കാലം യേശുവിന്റെ ശക്തി അനുഭവിച്ചവർ, 3-3.5 വർഷക്കാലം നാഥന്റെ കൂടെ സഞ്ചരിച്ചവർ, 3-3.5 വർഷക്കാലം യേശു ആരാണെന്ന് തിരിച്ചറിഞ്ഞവർ, യേശുവിന്റെ ഉയർപ്പിന് ശേഷം യേശു പ്രത്യക്ഷപ്പെട്ട് ധൈര്യം പകർന്നപ്പെട്ടവർ, അവര് പോയിരിക്കുകയാണ് വള്ളവും വലയും എടുത്ത്. പത്രോസ് മാത്രമാണ് തള്ളിപ്പറഞ്ഞത്. വാക്കുകൾ കൊണ്ട് പത്രോസ് തള്ളിപ്പറഞ്ഞെങ്കിൽ ജീവിതം കൊണ്ട് എല്ലാ ശിഷ്യരും യേശുവിനെ തള്ളിപ്പറഞ്ഞവരാണ്. യേശുവിനെ തള്ളിപ്പറഞ്ഞവരാണ് എല്ലാ ശിഷ്യരും. പത്രോസിനെ മാത്രം കുറ്റം വിധിച്ച് നമ്മൾ സന്തോഷിച്ച് മാറിയിരിക്കേണ്ടവരല്ല. നമ്മളും കുറ്റം വിധിക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മളും നിരന്തരം ജീവിതത്തിലെ വാക്കുകളുടെ പ്രവൃത്തികളുടെ യേശുവിനെ തള്ളിപ്പറയുന്നവരാണ്. ഈ തള്ളിപ്പറഞ്ഞവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന യേശുവിനെയാണ് ഈ ആതിഥേയനിൽ നമ്മൾ കാണുന്നത്. തള്ളിപ്പറയുന്നവരെ തള്ളിക്കളയാത്തവനായ ഒരു ആതിഥേയൻ. തള്ളിപ്പറഞ്ഞവരെ തള്ളിക്കളയാത്തവനായ ഒരു ആതിഥേയൻ. ഈ ഒരു സുവിശേഷ
ഭാഗം വായിക്കുമ്പോൾ രണ്ട് പശ്ചാത്തലങ്ങൾ ശ്രദ്ധേയമാണ്. ഒന്ന്, ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഇത് ഗലീലയിലെ കടൽക്കരയിലാണ് ഈ സംഭവം നടക്കുന്നത്. സ്വാഭാവികമായും ഈ ശിഷ്യന്മാരുടെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത ഇതായിരിക്കണം: 3.5 വർഷക്കാലം മുൻപ് ഇതുപോലെ ഒരു രാത്രിയിൽ എത്ര അധ്വാനിച്ചിട്ടും ഒന്നും നേടുവാൻ സാധിക്കാതെ പോയപ്പോൾ, പ്രഭാതത്തിൽ ഒന്നുമില്ലാതെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ വേദനകളിലേക്ക് വന്ന് ഞങ്ങൾക്ക് ഉറപ്പും ധൈര്യവും നൽകി ഞങ്ങളെ വിളിച്ചവനാതെ, അയ്യോ ദൈവമേ, നീ ഞങ്ങളെ വിളിച്ചതാണല്ലോ, അയ്യോ കർത്താവേ, നീ ഞങ്ങളെ കൂടെ കൊണ്ട് നടന്നതാണല്ലോ, അയ്യോ കർത്താവേ, നീ ഞങ്ങൾക്ക് എല്ലാം തെളിയിച്ചു വന്നതാ, എന്നിട്ടും ഞങ്ങൾ നിന്നെ തള്ളിക്കളഞ്ഞിട്ട് പോയല്ലോ തമ്പുരാനെ. സ്വാഭാവികമായും മനസ്സിൽ കുറ്റബോധം ഉയർത്തുന്ന ഒരു പശ്ചാത്തലമാണ് ആ ഗലീലയുടെ കടൽക്കര എന്ന് പറയുന്നത്. 3.5 വർഷക്കാലം മുൻപ് ഫസ്റ്റ് കോൾ, അവരെ ആദ്യം കർത്താവ് വിളിച്ച ഫസ്റ്റ് കോൾ, ആ കോളിനെ കുറിച്ച് ബോധ്യമുള്ളവരായി മാറുന്ന, ആ ബോധ്യത്തിന്റെ വെളിച്ചൽ കുറ്റബോധം ഉണ്ടാകുന്ന നിമിഷങ്ങളായിരുന്നിരിക്കണം ആ കടൽക്കരയിലെ നിമിഷങ്ങൾ. സങ്കീർത്തനം 15 ഇന്ന് വായിച്ച സങ്കീർത്തനത്തിന്റെ ഓരോ വാക്യങ്ങളും ശ്രദ്ധിച്ചാൽ അവിടെ ഒരു ചോദ്യത്തിൽ ആരംഭിക്കുന്നത്: ആരാണ് വിശുദ്ധ സ്ഥലത്ത് നിൽക്കുവാൻ യോഗ്യരായിട്ടുള്ളത്? ആരാണ് വിശുദ്ധ സ്ഥലത്ത് നിൽക്കുവാൻ യോഗ്യരായിട്ടുള്ളത്? അവിടെ പറയുന്ന 1-2 കാര്യങ്ങൾ ഇങ്ങനെയാണ്. 2-ാം വാക്യത്തിൽ പറയുന്നു, ഹു സ്പീക്സ് ദ ട്രൂത്ത് ഫ്രം ദെയർ ഹാർട്ട്. ഹൃദയത്തിൽ സത്യം സംസാരിക്കുന്നവരാണ് വിശുദ്ധ സ്ഥലത്ത് നിൽക്കുവാൻ പ്രാപ്തരായവർ. ആരാ സത്യം സംസാരിച്ചത്? പത്രോസാണോ? 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ് കള്ളം പറഞ്ഞവൻ, ഇവനെ ഞാൻ അറിയുന്നില്ല എന്ന് കള്ളം പറഞ്ഞവൻ, അവൻ എന്ത് യോഗ്യതയാണ് വിശുദ്ധ സ്ഥലത്ത് നിൽക്കുവാൻ? സങ്കീർത്തനം 15-ന്റെ അടിസ്ഥാനത്തിൽ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, who does no wrong to a neighbor and cause no slur on others. കൂട്ടുകാരന്റെ ദ്വേഷം വരുത്താതെ, അവൻ അപമാനം വരുത്താതിരിക്കുന്നവൻ, യേശുവിന് ദ്വേഷം വരുത്തുവാൻ തക്കവണ്ണം, യേശുവിന് അപമാനം വരുത്തുവാൻ തക്കവണ്ണം പ്രവർത്തിച്ചവരല്ലേ കൂടെ നിന്ന് ശിഷ്യന്മാർ, പത്രോസ് ഉൾപ്പെടെയുള്ളവർ. എന്ത് യോഗ്യതയാണുള്ളത് വിശുദ്ധ സ്ഥലത്തേക്ക് വരുവാൻ? 4-ാം വാക്യത്തിൽ പറയുന്നു, who keeps an oath even when it hurts. മുറിവേൽക്കുമ്പോഴും മരണത്തിന് മുൻപിലും എടുത്ത പ്രതിജ്ഞ വാക്കുമാറാതെ പാലിക്കുന്നവനാണ് വിശുദ്ധ സ്ഥലത്ത് നിൽക്കുവാൻ യോഗ്യതയുള്ളവൻ. എപ്പോ പാലിച്ചു? കർത്താവേ, നിന്റെ മരണത്തിൽ ഞങ്ങളും വരാൻ തയ്യാറാണ്, ഞാൻ തയ്യാറാണെന്ന് വാക്ക് പറഞ്ഞവനാണ്. എപ്പോൾ? എന്ത് പാലിച്ചിട്ടാ? എന്ത് യോഗ്യതയാണ് ഈ ശിഷ്യന്മാർക്കുള്ളത്, പത്രോസ് ഉൾപ്പെടെയുള്ള ശിഷ്യന്മാർക്കുള്ളത്? 6-ാം വാക്യത്തിൽ പറയുന്നു, who does not accept a bribe against innocent. കൈക്കൂലി വാങ്ങിച്ചത് യൂദയാണെന്ന് അറിയാം, പക്ഷെ പത്രോസ് ഒരു കൈക്കൂലി വാങ്ങിച്ചു. സ്വന്തം ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി തള്ളിപ്പറഞ്ഞത്. ജീവൻ തന്നെ കൈക്കൂലിയായി വാങ്ങിച്ചവനാ പത്രോസ്. എല്ലാ അർത്ഥത്തിലും വിശുദ്ധ സ്ഥലത്ത് നിൽക്കുവാൻ by merits, they don't have any qualification to stand in the holy space. വിശുദ്ധ സ്ഥലത്ത് നിൽക്കുവാൻ യാതൊരു യോഗ്യതയുമില്ലാത്ത അവരെ ആദ്യത്തെ ദൈവ വിളി ഓർപ്പിച്ചുകൊണ്ട് കർത്താവ് വിളിക്കുകയാണ്, വാ, by grace, മെറിറ്റ് അല്ല, ഗ്രേസിൽ വിളിക്കുകയാണ് എന്റെ ഹോസ്പിറ്റാലിറ്റിയിലേക്ക്, ഈ ഒരു റെസ്റ്റോറേഷന്റെ യഥാസ്ഥാനത്തിന്റെ അനുഭവത്തിലേക്ക് വരുവാൻ. ഇവിടെ വിളിക്കുമ്പോൾ പത്രോസ് ശിഷ്യന്മാർ വന്ന് നിൽക്കുന്നത് എവിടെയാണ്? അപ്പത്തിന്റെ മീനിന്റെയും അരികിൽ മാത്രമല്ല, തീക്കനലിന്റെ അരികിലാണ്. തീക്കനലിന്റെ അരികിൽ ഒരാഴ്ചക്ക് മുൻപ് തീ കായുന്നിടത്ത് വെച്ചാണ് തമ്പുരാനെ തള്ളിപ്പറഞ്ഞത്. ഇവിടെ ഇതാ മറ്റൊരു തീക്കനലിന്റെ മുമ്പിൽ യേശു അവരെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. തള്ളിപ്പറഞ്ഞവരെ തേടി വരുന്നവനായ ഒരു യേശുവിനെ ഇവിടെ കാണുവാൻ സാധിക്കും. ഞാനും നിങ്ങളും ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം വാക്കുകളിലെ പ്രവൃത്തികളിലൂടെ യേശുവിനെ തള്ളിപ്പറഞ്ഞവരാണ്. എന്നാൽ തള്ളിപ്പറയുന്ന എന്നെ നിങ്ങളെയും തള്ളിക്കളയാതെ വീണ്ടും വന്ന് വാ വാ വാ, എന്റെ കൂടെ ഇരുന്ന് കഴിക്ക്, ഐ വോണ്ട് യു ഈവൻ വെൻ യു ഡിനൈ മീ, ഐ നീഡ് യു എന്ന് പറയുന്ന ആതിഥേയൻ. ഇൻവിറ്റേഷൻ ടു റെസ്റ്റോറേഷൻ. 3-ാമതും അവസാനവുമായി 21-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, യേശു അവരോട് വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആർ എന്ന് അവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. തമസ്കരിച്ചവരെ തേടി ചെല്ലുന്ന ആതിഥേയൻ, ഇൻവിറ്റേഷൻ ടു റെക്കഗ്നിഷൻ. തമസ്കരിച്ചവരെ തേടി ചെല്ലുന്ന ആതിഥേയൻ, ഇൻവിറ്റേഷൻ ടു റെക്കഗ്നിഷൻ. 21-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശുവാകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. ഈ 3.5 വർഷക്കാലം കൂടെ നടന്നവനെ തിരിച്ചറിയാതെ പോകുന്ന ശിഷ്യന്മാർ. ഒരാഴ്ച മുമ്പ് വിലാപ്പുറവും കൈയുമൊക്കെ കാണിച്ച് വിശ്വാസം ഉറപ്പിച്ചതാണ്. ആ യേശുവിനെ തിരിച്ചറിയാതെ പോകുന്ന ശിഷ്യന്മാർ.
യേശുവിനെ തങ്ങളുടെ കർത്താവാണ്, ദൈവമാണെന്ന് തിരിച്ചറിയുന്ന ആ നിമിഷത്തിൽ നിന്ന് എത്രയോ അകലേക്ക് സഞ്ചരിച്ചിരിക്കുകയാണ്, എത്രയോ ദൂരം സഞ്ചരിച്ച് മാറിപ്പോയവരാണ്. അങ്ങനെ യേശുവിനെ തമസ്കരിച്ചവരെ, യേശുവിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പോലും സാധിക്കാത്ത രീതിയിൽ അധപ്പതിച്ചു പോയവരെ തേടി വരുന്നവനായ യേശുവിനെയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് 12ാമത്തെ വാക്യം നൽകുന്ന ഉറപ്പിതാണ്. അവർ പറയുകയാണ്, അഥവാ അവർ പറയാതെ പറയുകയാണ്, ഞങ്ങൾക്കൊന്നും ചോദിക്കാനില്ല, നീ ദൈവമാണ്, നീ കർത്താവാണ് എന്ന് മനസ്സിലായി. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത് ഇത് തന്നെയാണ്. തോമസ് യേശുവിന്റെ വിലാപ്പുറവും കയ്യിലെ മുറിവുകളും കണ്ടപ്പോൾ പറയുകയാണ്, എന്റെ കർത്താവും എന്റെ ദൈവവുമേ. സത്യത്തിൽ അവിടെ എന്നെ ഏറ്റവും സ്പർശിച്ചത് കർത്താവും ദൈവവും എന്നുള്ള ഫെയ്ത്ത് അഫർമേഷൻ അല്ല. ഫെയ്ത്ത് അഫർമേഷൻ ആണ്. കർത്താവും ദൈവവുമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, നീ കർത്താവാണ്, നീ ദൈവമാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ദാറ്റ് ഇസ് എ ഫെയ്ത്ത് അഫർമേഷൻ, അതൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. പക്ഷേ തോമസ് പറയുന്നത് അങ്ങനെയല്ല. തോമസ് പറഞ്ഞത് എന്റെ കർത്താവും എന്റെ ദൈവവും, എന്റെ കർത്താവും എന്റെ ദൈവവും. ദാറ്റ് ഇസ് എ കൈൻഡ് ഓഫ് പാഷൻ ദാറ്റ് ദ ചർച്ച് ഷുഡ് ഹാവ്. ഇന്ന് സഭയ്ക്ക് ആവശ്യമായിരിക്കുന്ന പാഷൻ അതാണ്. ഇന്ന് സഭയിൽ വിശ്വാസ പ്രഖ്യാപനം ഒരു കുറവുമില്ല. കർത്താവാണെന്നും ദൈവമാണെന്നും അറിയാം. പക്ഷേ സഭയ്ക്ക് ആവശ്യം ഇവൻ എന്റെ കർത്താവാണ്, എന്റെ ദൈവമാണെന്നുള്ള തിരിച്ചറിവുകളാണ്. എന്റെ കർത്താവും എന്റെ ദൈവവും എന്ന തിരിച്ചറിവിലേക്ക് ഞാനും നിങ്ങളും വന്നെങ്കിൽ മാത്രമേ യേശുവിന്റെ ആതിഥേയത്വം കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. വന്ന് പ്രാതൽ കഴിക്കാൻ വിളിക്കുന്ന യേശുവിന്റെ സന്നിധിയിലേക്ക് അയ്യോ എന്റെ കർത്താവ്, അയ്യോ എന്റെ ദൈവം എന്ന് പറയുവാൻ, തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. 3 കാര്യം ഓർപ്പിക്കാൻ ശ്രമിച്ചത്. ഒന്ന്, തകർന്നവരെ തേടി ചെല്ലുന്ന ആതിഥേയൻ, ഇൻവിറ്റേഷൻ ടു റീജുവനേഷൻ. 2, തള്ളിപ്പറഞ്ഞവരെ തേടി ചെല്ലുന്ന ആതിഥേയൻ, ഇൻവിറ്റേഷൻ ടു റെസ്റ്റോറേഷൻ. 3, തമസ്കരിച്ചവരെ തേടി ചെല്ലുന്ന ആതിഥേയൻ, ഇൻവിറ്റേഷൻ ടു റെക്കഗ്നിഷൻ. എന്റെ വാക്കുകളെ ചുരുക്കട്ടെ. ഷാർലറ്റ് എലിയറ്റ് എന്ന് പറയുന്ന വനിതയെക്കുറിച്ച് ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാകാം. ലണ്ടനിൽ 1789 ജനിച്ചതാണ്. ഈ വനിത ഒരു കൊച്ചു പെൺകുട്ടി ആയിരിക്കുമ്പോൾ വളരെ കെയർ ഫ്രീ ലൈഫായിരുന്നു. അടിച്ചു പൊളിച്ചു നടക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു. തമാശകളൊക്കെ പറഞ്ഞ് ജീവിതത്തിന്റെ ഏതൊക്കെ വഴിയെ സഞ്ചരിക്കാതിരിക്കാമോ അതുവഴിയൊക്കെ സഞ്ചരിക്കുന്ന ഒരു സ്ത്രീയായി, ഒരു കൊച്ചുകുട്ടിയായി ഇവൾ വളർന്നു വന്നു. എന്നാൽ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് ഇവൾ ഒരു ലോക്ക്ഡൌൺ അനുഭവത്തിലേക്ക് വീഴുകയാണ്. അവൾക്കൊരു രോഗം ബാധിച്ചു. അവൾ പാരലൈസ്ഡ് ആയി മാറി. ഷീ ബിക്കേം ബെഡ് റിഡൻ. ഡോക്ടർ വിധി എഴുതി ഷീസ് ഇൻവാലിഡ്. ഡോക്ടറുടെ ഭാഷയാണ്, ഷീസ് ഇൻവാലിഡ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു സംഗതിയാണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ചിലപ്പോൾ ഞാൻ ഇൻവാലിഡ് ആയി പോകുന്ന നിമിഷങ്ങൾ ഉണ്ടാകാം. ഈ പെൺകുട്ടി ഇൻവാലിഡ് ആണെന്ന് ഡോക്ടർ എഴുതി. ഒരു ദിവസം നിരാശയോടുകൂടെ ഞാൻ ഇത്രയുമൊക്കെ അടിച്ചു പൊളിച്ച് നടന്നത് വെറുതെ ആയി പോയല്ലോ എന്ന നിരാശയിൽ കിടക്കയിൽ കിടക്കുന്ന ഈ പെൺകുട്ടിയെ വിസിറ്റ് ചെയ്യാൻ വന്നു സീസർ മാലൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം വന്ന് ഇവളെ കൗൺസിൽ ചെയ്തു. അവള് പറഞ്ഞു, സാരമല്ല, യു കം ടു ജീസസ്. നീ യേശുവിലേക്ക് വാ. ജീസസ് ഇൻവൈറ്റിംഗ് യു. യു കം ടു ജീസസ്. അവൾ വളരെയധികം ചിന്തിച്ചു ഈ മനുഷ്യൻ പറഞ്ഞ ഈ ഒരു ഇൻവിറ്റേഷനെ കുറിച്ച്. കം ടു ജീസസ്. അവൾ ഈ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ മാലൻ, യു സ്പോക്ക് ഓഫ് കമ്മിങ് ടു ജീസസ്, ബട്ട് ഹൗ? ഐ ആം നോട്ട് ഫിറ്റ് ടു കം. കർത്താവ് എന്നെ ക്ഷണിക്കുന്നു, കർത്താവിങ്കിലേക്ക് ചെല്ലുന്നതിനെ കുറിച്ച് നീ ഓർപ്പിച്ചു. പക്ഷെ എങ്ങനെ? അതിനെന്ത് യോഗ്യതയാണ് എനിക്കുള്ളത്? നമ്മൾ ഇന്ന് പറഞ്ഞതനുസരിച്ച് 15-ാം സങ്കീർത്തനത്തിന്റെ വെളിച്ചത്തിലാണെങ്കിൽ ഒരു യോഗ്യതയും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു അവൾ. ഹി റിപ്ലൈഡ്, ഈ ഡോക്ടർ പറയുകയാണ്, നീ എങ്ങനായിരിക്കുന്നു അതുപോലെ ഇങ്ങി പോന്നാ മതി. കം ജസ്റ്റ് ആസ് യു ആർ. നീ എങ്ങനായിരിക്കുന്നു അതുപോലെ ഇങ്ങി പോന്നാ മതി. കർത്താവ് നമ്മളെ പ്രാതലിന് ക്ഷണിക്കുമ്പോൾ വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട, അധികം ഡെക്കറേഷൻ, അഭിനയമൊന്നും പ്രകടനമൊന്നും വേണ്ട. ആസ് യു ആർ, ജസ്റ്റ് ആസ് യു ആർ. അവിടെ നമ്മൾ ചെല്ലുക എന്നതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ പെൺകുട്ടി ചെന്നു. ഷീ ഡിഡ് സോ. ആൻഡ് ലേറ്റർ ഇൻ എ റൂം, അവളുടെ മുറിയിലിരുന്ന് അവൾ എഴുതി, ജസ്റ്റ് ആസ് ഐ ആം, thy love unknown has broken every barrier down. Now to be thine, yeah, thine alone. O Lamb of God, I come, I come. ദേവാട്ടിൻകുട്ടി, ഞാൻ വരുന്നേൻ. ആ കീർത്തനത്തിന്റെ പശ്ചാത്തലമാണ് ഞാൻ സൂചിപ്പിച്ചത്. ദേവാട്ടിൻകുട്ടി, ഞാൻ വരികയാണ്. തകർന്നുപോയി, സ്ക്വയർ 1ലേക്ക് പോയി. ഗലീലയുടെ അനുഭവത്തിൽ വീണ്ടും ആ കടൽക്കരയിൽ നിൽക്കുക, ഒന്നും ലഭിക്കാത്തവനായി, ഒന്നും ലഭിക്കാത്തവളായി. പക്ഷെ നീ എന്നെ ഉപേക്ഷിച്ചില്ല.
നീ എന്നെ തേടി വന്നു. എത്രയോ പ്രാവശ്യം ഞാൻ നിന്നെ തള്ളിപ്പറഞ്ഞു. എന്റെ വാക്കുകളിലൂടെ, എന്റെ ജീവിതത്തിന്റെ പ്രവൃത്തികളിലൂടെ, ചിന്തകളിലൂടെ എത്രയോ പ്രാവശ്യം നിന്നെ തള്ളിപ്പറഞ്ഞവളാണ്. പക്ഷെ നീ എന്നെ തള്ളിക്കളഞ്ഞില്ല. നീ എന്നെ തേടി വന്നു. എന്നെ വീണ്ടും ക്ഷണിക്കുകയല്ലേ, കം ആൻഡ് ഈറ്റ്, വന്ന് പ്രാതൽ കഴിക്കുവാൻ. എത്രയോ പ്രാവശ്യം ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞില്ല. നീ കർത്താവാണ്, നീ ദൈവമാണെന്നൊക്കെ ഞാൻ നിഖ്യാവിശ്വാസ പ്രമാണത്തിലൂടെ, അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൽ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അർത്ഥം പോലും മനസ്സിലാക്കാതെ ഉരുവിട്ടുകൊണ്ടിരുന്നു, ആവർത്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ നീ എന്റെ കർത്താവും നീ എന്റെ ദൈവവുമാണ്. ഞാൻ തിരിച്ചറിയുന്നു. എന്നെ നീ ക്ഷണിച്ചത് ഈ ഒരു തിരിച്ചറിവിലേക്കാണല്ലോ. കർത്താവെ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ ആ കനലിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. തീ കായുന്നിടത്ത് വെച്ച് ഞാൻ തള്ളിപ്പറഞ്ഞെങ്കിൽ ഈ കനലിന്റെ പശ്ചാത്തലത്തിൽ എന്നെ സ്വീകരിക്കണമേ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. Just as I am, thy love unknown has broken every barrier down. Now to be thine alone, O Lamb of God, I come. നാഥ, വരികയാണ്. നിന്റേതായി മാറുവാൻ, നിന്റേത് മാത്രമായി മാറുവാൻ, എന്റെ കർത്താവും എന്റെ ദൈവവും എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങളുടെ ലോക്ക്ഡൌണുകളുടെ മധ്യത്തിൽ നിന്ന് നിന്റെ സന്നിധിയിലേക്ക് വരികയാണ്. മോനെ, മോളെ, വന്ന് കഴിക്ക്. മോനെ, മോളെ, വന്ന് കഴിക്ക് എന്ന് നീ വിളിക്കുമ്പോൾ ആ സ്വരം ശ്രമിച്ചുകൊണ്ട് അടുത്തു വരികയാണ്. നിന്റെ ആ സ്നേഹത്തിന്റെ പരിധിയുടെ ഉള്ളിലേക്ക്, നിന്റെ ഹോസ്പിറ്റാലിറ്റിയിലേക്ക് വരികയാണ്. തകർന്നു പോയപ്പോൾ എന്നെ തേടി വന്നവനെ, തള്ളിപ്പറഞ്ഞെങ്കിലും എന്നെ തള്ളിക്കളയാഞ്ഞവനെ, തിരിച്ചറിയാതെ പോയപ്പോഴും എന്നെ തിരിച്ചറിവുകളിലേക്ക് നയിച്ചവനെ, നിന്റെ ആ സ്നേഹം, കരുണ അനുഭവിച്ചുകൊണ്ട് ഈ വർഷം മുഴുവൻ, ജീവിതയാത്ര മുഴുവൻ യാത്ര ചെയ്യുവാൻ സഹായിക്കണമേ. യേശു മിശിഹായിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഇപ്പോൾ പിതാവാ ദൈവത്തിനും പുത്രനാ ദൈവത്തിനും പരിശുദ്ധാത്മാവാ ദൈവത്തിനും സകല ബഹുമാന മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. വിശ്വാസം നമുക്ക് ഏറ്റുചൊല്ലാം. അപ്പോസ്തലിക വിശ്വാസം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ അവിടെ നിന്ന് ജീവനുള്ളവരെ മരിച്ചവരെ ന്യായവിധിപ്പാൻ ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. സഭയിലും സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നിങ്ങളോടുകൂടെയും. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം തരണമേ. ഞങ്ങളുടെ പോലെ ഞങ്ങളുടെ ദൈവങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷിക്കാതെ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. സമാധാനത്തിനായുള്ള അപേക്ഷ. സമാധാനത്തിന്റെ കർത്താവും ഐക്യത്തിൽ ഇഷ്ടപ്പെടുന്നവനുമായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങൾ തിന്നിരിക്കുന്നു. നിന്നെ സേവിക്കുന്ന പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണങ്ങൾ കൂടെ ആശ്രയിച്ച് യാതൊരു യോഗ്യരുടെയും ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളൊക്കെയും നിന്റെ താഴ്മയുടെ ദാസരായ ഞങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിന്റെ
ബലം മൂലം കാത്തുകൊള്ളണമേ. കൃപയ്ക്കായുള്ള അപേക്ഷ. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ദിവസത്തിന്റെ ആരംഭം വരെ നീ ഞങ്ങളെ സുഖത്തോടെ കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ മഹാശക്തി കൊണ്ട് ഇന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസം ഞങ്ങൾ യാതൊരു പാപത്തിലും വീഴാതെയും യാതൊരു ആപത്തിലും അകപ്പെടാതെ നിന്റെ മുൻപാകെ നിധിയായുള്ളതിനെല്ലാം ഇപ്പോഴും ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ സഹകരണങ്ങളും നിന്റെ ഭരണത്താൽ നടത്തപ്പെടേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ഇന്നത്തേക്കുള്ള അപേക്ഷ. ഉയർപ്പിന് പിൻപ് രണ്ടാം ഞായർ ക്രിസ്തുവിന്റെ ആതിഥ്യത്തിലേക്ക്. ജീവന്റെ നാഥനായ ദൈവമേ, ഞങ്ങൾ നിന്നോടകന്ന് ശത്രുതയിലായിരിക്കുമ്പോഴും നിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ സംസർഗത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ആവശ്യരിക്കുന്നവരുമായി വിഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനും അന്യർക്ക് ആതിഥ്യം നൽകുന്നതിനും അന്യോന്യം സ്നേഹത്തിൽ സഹോദരന്മാരായി വർത്തിക്കുന്നതിനും ഞങ്ങൾക്ക് സഹായിക്കണമെന്ന് അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായ കാലാസങ്ങളെ ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. കീർത്തനം 256. കീർത്തനം 256. Lord.
പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ നമ്മൾക്ക് വണക്കാം. ഈ പ്രസിദ്ധമായ ദിവസവും ഭവനങ്ങളിൽ ഇരുന്ന് ദൈവജനം ശ്രവിപ്പാന്, കർത്താവിനെ മഹത്വപ്പെടുത്തുവാന് ദൈവം തന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യും. വചനം സംസാരിച്ച അച്ഛനെയോട്ട് പ്രാർത്ഥിക്കാം. ദൈവം ശക്തീകരിച്ച് ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യും. ആയിരിക്കുന്ന ഇടങ്ങളിൽ എല്ലാ പ്രവർത്തനങ്ങളും പഠനങ്ങളിലും ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കണം എന്ന് പ്രാർത്ഥിക്കും. നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിലേക്ക്, നമ്മുടെ പ്രയാസങ്ങളില്, നിരാശകൾ, വേദനത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ ക്ഷണിക്കുന്ന കർത്താവ് അവന്റെ രക്ഷണം സ്വീകരിച്ച് ആതിഥേയത്വം അനുഭവിച്ച് ശക്തിയെ പ്രാപിപ്പാൻ, തീരുമാനങ്ങളോടുകൂടെ ജീവിപ്പാൻ സഹായിക്കണം എന്ന് നമ്മൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. പങ്കെടുക്കുവാൻ കഴിയായിരുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രായാധിക്യത്തില്, ക്ഷീണത്താല്, രോഗത്താൽ ഭവനങ്ങളിലായിരിക്കുന്ന എല്ലാവരെയും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കും. പ്രത്യേകമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളില് പാർക്കുന്നതായ എല്ലാ സഭാംഗങ്ങളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഗൾഫ് നാടുകളില്, അമേരിക്കൻ നാടുകളില്, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, വിവിധ സ്ഥലങ്ങളിൽ പാർക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, മറ്റ് മെഡിക്കൽ രംഗത്ത് ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളില് ദൈവത്തിന്റെ കൃപയും കരുതൽ അനുഭവിപ്പാൻ, ഭീതിജനകമായ സാഹചര്യങ്ങളിലും ദൈവമേ പ്രവർത്തിപ്പാനുള്ള കൃപയും ശക്തിയും അവിടുന്ന് നൽകണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മഹായിടയ്ക്ക് വേണ്ടി, ബിഷപ്പിന് വേണ്ടി, പട്ടക്കാര്,
ശുശ്രൂഷകര്, ജനം, പ്രത്യേകിച്ച് ലോക്ക്ഡൌൺ മൂലം പ്രയാസപ്പെടുന്ന എല്ലാ ജനവിഭാഗത്തെയും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരെ കരുതുവാൻ, അവർക്ക് ആതിഥേയത്വം നൽകുവാൻ ഒക്കെ അവിടുന്ന് കർത്താവ് സഹായിക്കണം എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കൃപ, കരുതൽ അനുഭവിപ്പാൻ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകം നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ രോഗബാധിതരെയും അവരുടെ കുടുംബാംഗങ്ങളെയും കോവിഡിൽ കഴിയുന്നവരെയും കുടുംബാംഗങ്ങളെയും ഓർക്കണം. പ്രത്യേകിച്ച് മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവരെയും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കും. പോലീസ് അധികാരികൾ, മറ്റ് സേവനം ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ ഓർത്ത് പ്രത്യേകിച്ച് രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പല സംസ്ഥാനങ്ങളിലെ രോഗം വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവമേ, അവിടുന്ന് വൈദ്യനാണല്ലോ, ഞങ്ങളെ ദൈവമായിരിക്കുക ലോകത്തിന്, ദേശത്തിന് സൗഖ്യം നൽകണം എന്ന് നമ്മൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ ആവശ്യങ്ങളെയും ദൈവ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായ പ്രാർത്ഥനകള് നമുക്ക് ഉപയോഗിക്കാം. പട്ടക്കാർക്കും ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹായിടവകയിലെയും ഉച്ചികാട് സഭയിലെ എല്ലാ പട്ടക്കാരെയും കുടുംബാംഗങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ശുശ്രൂഷകന്മാരെ നീതി ധരിപ്പിക്കണമേ. സർവശക്തനും നിത്യനുമായ ദൈവമേ, എല്ലാ നല്ല ദാനവും തികഞ്ഞവരെയൊക്കെയും അങ്ങേന്നല്ലോ വരുന്നത്. ഞങ്ങളുടെ ക്രിസ്തുമാർ, പട്ടക്കാർ, സഭാപ്രവർത്തകർ എന്നിവരുടെ മേലും അവരുടെ വിചാരണയിലുള്ള ജനങ്ങളുടെ മേലും നിന്റെ കൃപയുടെ സുഖകരമായ ആത്മാവിനെ അയക്കണമേ. അവിടുന്ന് സത്യമായി സാധിപ്പിക്കേണ്ടതിന് അവിടെ നിന്റെ അനുഗ്രഹമാകുന്ന നിരന്തരമായ മഞ്ഞ് പൊഴിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കാര്യസ്ഥനും മധ്യസ്ഥനുമായ യേശുമിശിഹായുടെ ബഹുമാനത്തിനായിട്ട് ഇതിനെ നൽകണമേ. രോഗികളെയും കഷ്ടപ്പെടുന്നവരെയും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകം നമ്മുടെ ചുറ്റുപാടുള്ളതായ രോഗികൾ, സഭാംഗങ്ങളായ രോഗികൾ ഓർക്കാം. പുരയിടത്തിലെ രാജുവിന് വേണ്ടി പ്രാർത്ഥിക്കാം. നിന്റെ മകൻ ഓപ്പറേഷൻ കഴിഞ്ഞ് ഭവനത്തിൽ വിശ്രമിക്കുന്നു. ദൈവം നൽകുന്ന സൗഖ്യത്തിനായി സ്തോത്രം ചെയ്യാം. നമ്മുടെ എല്ലാ രോഗികളെയും, സഭയിലെയും ദേശത്തെയും ലോകത്തും എല്ലാ രോഗികളെയും ഓർത്ത് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. മുറുകിയ ഹൃദയമുള്ളവരെ അവൻ കടാക്ഷിക്കുന്നു. ജീവന്റെയും ആരോഗ്യത്തിന്റെയും ദാതാവായ സർവശക്തനായ പിതാവേ, സകല രോഗികളെയും ദുഃഖിതരെയും ഞങ്ങൾ നിത്യസന്നിധിയിൽ ഓർക്കുന്നവരെയും കരുണയോടെ ദർശിക്കണമേ. തിരുവിഷ്ടമായ അവർ ശരീരത്തിലും ആത്മാവിലും സൗഖ്യം പ്രാപിച്ച് സഭയിൽ നിന്നെ സ്തുതിപ്പാൻ തക്കവണ്ണം അവരെയും അവരെ ശുശ്രൂഷിക്കുന്നവരെയും അനുഗ്രഹിക്കണമെന്ന് യേശു മെശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൂരസ്ഥരായി ഭാരതത്തിലും മറ്റ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പാർക്കുന്നതായ എല്ലാവർക്കും വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. യഹോവയുടെ ദയോ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങൾ ദൂരെ ഇരിക്കുന്ന എല്ലാവരെയും നിന്റെ കരുണയുള്ള സംരക്ഷണയിലും കാവലിലും ഞങ്ങൾ പരിമേൽപ്പിക്കുന്നു. നിന്നോടുള്ള സംസർഗത്തിൽ ഞങ്ങൾ സമീപസ്ഥരാകുന്നുവല്ലോ. തിരുകൂട്ടായ്മയിൽ നിന്ന് അകന്നിരിപ്പാൻ അവരെ സമ്മതിക്കരുതേ. ധന്യവും പരിശുദ്ധവുമായ തിരുസംസർഗത്തിൽ ഞങ്ങളെയും അവരെയും കാത്തുകൊള്ളണമെന്ന്
ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയില് ജന്മദിനവും വിവാഹവാർഷികവും ആഘോഷിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ പേരുകള് ഞാൻ വായിച്ചിട്ട്: ഇളയൻ മറിയം തോമസ് വട്ടച്ചാണക്കൽ, ജേക്കബ് മാത്യു മന്ദിരം, ജിൻസി ജോൺ ചേലക്കുഴിയിൽ, റേയ ആൻഡ് ജോർജ് കൊച്ചുകളിക്കൽ, നേഹൽ ജേക്കബ് കുരുവിള പാറപ്പുറം, ഡോക്ടർ റീനു ജേക്കബ് കൊച്ചുകളിക്കൽ, മറിയാമ്മ ജോസഫ് താടത്തിൽ, റോബിൻ ജോൺ മുക്കാട്ട്, ഏലിയാമ്മ ജോൺ പെരുങ്കാവുങ്കൽ, മേഴ്സി ജോസ് നാഗപുരത്ത് ചെറയിൽ, ബിജു കെ ജോയി കാഞ്ഞിരമുക്കിൽ, ബിനി പവൻ, തോമസ് എം എം മരുത്തോൺ ചെമ്പകശ്ശേരിൽ, മറിയാമ്മ മാത്യു പണിക്ക മുറിയിൽ. വിവാഹവാർഷികം ആഘോഷിച്ചവർ: മിസ്റ്റർ ആൻഡ് മിസസ് ഷിബു എം പി പൻവേലിൽ, മിസ്റ്റർ ആൻഡ് മിസസ് ജിജി കൊശി ജോർജ് കൈതിയിൽ, മിസ്റ്റർ ആൻഡ് മിസസ് ജീവൻ ജേക്കബ് പണിക്കമുറിയിൽ, റവറൻ ആൻഡ് മിസസ് സിവായ് തോമസ്, മിസ്റ്റർ ആൻഡ് മിസസ് ജിൽജി പോൾ ചെമ്പോല, മിസ്റ്റർ ആൻഡ് മിസസ് ഡോക്ടർ സുനിൽ ജോൺ കൊച്ചുകളിക്ക്. ഈ പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ നാളുകൾ പെരുകുന്നതിന്റെ കൃപ കൊണ്ട് മാത്രമാകുന്നുവല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനം ആഘോഷിച്ചവരെയും വിവാഹ വാർഷികം ആഘോഷിച്ച എല്ലാവരെയും തിരുക്കരങ്ങളില് ഞങ്ങള് പരമേൽപ്പിക്കുന്നു. കർത്താവെ, ഇന്നയോളം അവിടുന്ന് നടത്തി കൃപകൾ അനുഗ്രഹങ്ങൾ നൽകിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. പുതിയ വർഷം ഏറ്റവും ധന്യമാക്കി തീർക്കണമേ. ദൈവകൃപയും ദൈവികമായ കരുതൽ അനുഭവിച്ചുകൊണ്ട് പ്രവർത്തിപ്പാൻ ജീവിപ്പാന് നിന്റെ മക്കൾക്ക് സഹായിക്കണം എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുക. ദൈവത്തിനായി വൻകാര്യങ്ങളെ ചെയ്യുവാൻ, ദൈവത്തിന് വൻകാര്യങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിപ്പാനും പ്രവർത്തിപ്പാൻ സഹായിക്കണം. കർത്താവും രക്ഷിതവുമായ യേശു മിശിഹ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. മാമുണ്ടിയിലെ പിൽപ്പശായന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവത്തിന്റെ ഉടവയും സർവത്തെ നിയന്ത്രിക്കുന്നവനും ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ ഉള്ളങ്ങളെയും ഞങ്ങളുടെ ആവശ്യങ്ങളെയും അറിയുന്നതിനുമായ വലിയവനായ ഞങ്ങളുടെ ദൈവം തമ്പുരാനെ, അനുഗ്രഹപ്പെട്ട വിശുദ്ധ ദിവസത്തിന്റെ ഈ സമയങ്ങളായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ലോകത്തിന്റെ പ്രത്യേക ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ദൈവത്തിന്റെ ആലയത്തിൽ പോയി ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും കർത്താവേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്ന് പല സ്ഥലങ്ങളിൽ ഭവനങ്ങളായിരുന്നു ദൈവത്തെ ആരാധിക്കാൻ കിട്ടിയ വലിയ പദവിക്കായി അനുഗ്രഹത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ ഈ ഭവനത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു എങ്കിലും കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തിന് ഉറവ് വരരുത്. വളരെ ഒരുക്കത്തോടെ കർത്താവേ, വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാണമേ, ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ. കർത്താവേ, ഞങ്ങളുടെ ഈ ആരാധനയിൽ പങ്കുകൊള്ളുന്ന ഓരോ കുടുംബങ്ങൾക്കും ഓരോ വ്യക്തികൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവേ, നിയന്ത്രണം കൊടുക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമേ, കഴിഞ്ഞ 32 വർഷക്കാലം കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ശുശ്രൂഷയിൽ ചോദിപ്പാനായിട്ട് ദൈവം നിർത്തിയതോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, മുന്നോട്ടുള്ള കാലങ്ങളിൽ ദൈവം കാത്തുകൊള്ളണമേ. പിന്നെ കുടുംബമായ ദൈവം അനുഗ്രഹിക്കണമേ. ദൂരെയായിരിക്കുന്ന മകളെയും മകനെയും കാത്തുകൊള്ളുമാറാകണമേ. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ആരാധനയ്ക്ക് നേതൃത്വം തരുന്ന സ്ഥലങ്ങളിൽ നേതൃത്വം എല്ലാ പ്രിയപ്പെട്ട അച്ഛന്മാർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാവുന്ന കർത്താവേ, ജയിക്കുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജയിക്കുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, വചനം പങ്കിട്ട കർത്താവേ, വിജയിപ്പനച്ഛന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, കേൾപ്പിച്ച വചനങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, തകർന്നവരെ തേടി വരുന്ന യേശുവിനെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തള്ളിക്കളഞ്ഞതിനെ ചേർത്ത് നിർത്തുന്ന കർത്താവ് ഞങ്ങളോട് കൂടെയുള്ളതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങേക്കുള്ളവരായി തീരുവാൻ കർത്താവേ, ഞങ്ങളുടെ ആരാധനയൊക്കെ ഞങ്ങൾ മുഖാന്തരമായി തീരണമേ. ഞങ്ങൾക്കുള്ളവരല്ല കർത്താവേ, അങ്ങേക്കുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ.
കർത്താവെ ഞങ്ങൾ ലോകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകം എന്ന് കർത്താവെ പ്രതിസന്ധി കൂടി നടന്നു പോവുകയാണല്ലോ. എന്ത് ചെയ്യണമെന്ന് അറിയാതെ കർത്താവെ നേതാക്കന്മാരും ഭരണകർത്താക്കളും ജനങ്ങളും ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഭാരപ്പെടുന്ന കർത്താവെ മുന്നോട്ട് എന്ത് എങ്ങനെ എന്ന് കർത്താവെ ഒരു നിശ്ചയമില്ലാത്ത ഒരു അവസ്ഥയിലാണല്ലോ കർത്താവെ. ദൈവമേ മനുഷ്യൻ എത്രത്തോളം ഉയർന്നാലും എത്രത്തോളം വളർന്നാലും എത്രത്തോളം സമ്പത്ത് നേടിയാലും കർത്താവെ അതൊരൊന്നും അല്ല എന്നൊരു ബോധം കർത്താവ് ഓരോരുത്തരും ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാവുന്ന കർത്താവെ. ദൈവത്തിലേക്ക് തിരിഞ്ഞു വരുന്നതിന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തോട് യാചിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രൂപാന്തരം ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ലോകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ COVID-19 എന്ന രോഗത്താൽ കർത്താവ് ഭീതിയിലായിരിക്കുന്ന ഓരോരുത്തരെയും ദൈവങ്ങളിലേക്ക് പ്രാർത്ഥിക്കാവുന്ന കർത്താവെ. ഞങ്ങളുടെ കർത്താവ് ലോകത്തിന്റെ പല രാജ്യങ്ങളിലും അത് കർത്താവ് വിതച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ദൈവം ഞങ്ങളുടെ ദേശത്തും ഒക്കെ ഉണ്ട് കർത്താവെ. ഞങ്ങളോട് കരുണ കാണിക്കുമാറാണ് കർത്താവെ. ഞങ്ങളുടെ ദേശത്തെ ഞങ്ങളുടെ രാജ്യത്തൊക്കെ രക്ഷിക്കണമേ. അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ കർത്താവെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഓരോക്കെ കർത്താവെ ലോകത്തിന്റെ വിവിധ ഭാവങ്ങളിൽ ഉണ്ടല്ലോ കർത്താവെ. അവരൊക്കെ വേദനപ്പെടുന്നുണ്ട് കർത്താവെ. നാട്ടിലേക്ക് വരുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ട്. ജോലിക്ക് പോയിട്ട് ജോലി ചെയ്യാൻ സാധിക്കാതെ ഭാരപ്പെടുന്നവരുണ്ട്. നാട്ടിൽ അവധിക്ക് വന്നിട്ട് തിരിച്ചു പോകാൻ കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ടല്ലോ കർത്താവെ. അവർക്കൊക്കെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവിടെയൊക്കെ രോഗികളെ ശുശ്രൂഷിക്കുന്ന ഞങ്ങളുടെ അനേക കുഞ്ഞുങ്ങളുണ്ടല്ലോ. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാവുന്ന കർത്താവെ. അവരുടെ ശുശ്രൂഷയിലൊക്കെ ദൈവരെ കാത്തുകൊള്ളണമേ. ഒരു രോഗം അവരുടെ മേൽ വരുവാനങ്ങ് അനുവദിക്കരുത് കർത്താവെ. ദൈവമേ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കാത്തിരുന്ന് ഭാരപ്പെടുന്നു കർത്താവെ. കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ കാത്തിരുന്ന് ഭാരപ്പെടുന്നു കർത്താവെ. ദൈവം സഹായിക്കുമാറാകണമേ. ദേശത്തെ കാത്തുകൊള്ളുമാറാക്കണമേ കർത്താവെ. എല്ലാ ഭരണകർത്താക്കളെയും കാത്തുകൊള്ളണമേ കർത്താവെ. അനീതിയൊക്കെ വിട്ട് കർത്താവെ നേരോടെ ജീവിക്കാൻ സഹായിക്കുമാറാക്കണമേ കർത്താവെ. ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രധാനമന്ത്രി മന്ത്രിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുഖ്യമന്ത്രി മന്ത്രിമാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ സംസ്ഥാനങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ലോകത്തെ കർത്താവെ പിടിച്ചു നിർത്തുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് ഞങ്ങളുടെ ഓരോരുത്തരുടെ കടമയാണെന്ന ബോധത്തോടു കൂടി കർത്താവെ പ്രവർത്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സൂക്ഷ്മയോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കണമേ കർത്താവെ. ഞങ്ങൾ മൂലം ഒരാൾക്കും ഈ രോഗം വരികയില്ലെന്നൊരു തീരുമാനം എടുക്കാൻ ഞങ്ങളെ സഹായിക്കുമാറാക്കണമേ കർത്താവെ. ഞങ്ങളുടെ എല്ലാ സംസ്ഥാനത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്ത് ഞങ്ങളുടെ ചുറ്റുപാടും ഒക്കെ കർത്താവെ രോഗം കൊടുത്തല്ലോ കർത്താവെ. ഇനി അത് വളരുവാൻ അങ്ങ് അനുവദിക്കരുത് കർത്താവെ. ദൈവം സഹായിക്കുമാറാകണമേ. മറ്റു ഭാരങ്ങളും പ്രയാസങ്ങളും കടന്നു പോകുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൂരസ്ഥാനിക്കുന്ന എല്ലാവരെയും കരങ്ങളിലേക്ക് പ്രാർത്ഥിക്കാവുന്ന കർത്താവെ. രോഗികളായിട്ടുള്ള എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറ്റുള്ള മാനസികമായ പ്രയാസം അനുഭവിക്കുന്നവരെ കർത്താവെ കുടുംബ ജീവിതം സാമ്പത്തിക ആവശ്യങ്ങൾ കർത്താവെ കിടപ്പാടം കുഞ്ഞുങ്ങളുടെ വിവാഹം എല്ലാ കരങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്നു. ഭാഗം നിശ്ചയിച്ചൊരു കർത്താവെ. വിദേശത്ത് കുടുങ്ങിപ്പോയി ഭാഗം നടക്കാത്ത കുഞ്ഞുങ്ങളുണ്ടല്ലോ കർത്താവെ. ഇരു കരങ്ങളിൽ ഞങ്ങൾ അവരെയൊക്കെ സമർപ്പിക്കാവുന്ന കർത്താവെ. എല്ലാത്തിനും അങ്ങേതയുടെ സമയമുണ്ടല്ലോ. ഞങ്ങളുടെ സമയവും ഞങ്ങളുടെ നിശ്ചയം ഒന്നും അല്ല കർത്താവെ. അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ കർത്താവെ. കർത്താവെ ഞങ്ങളായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും കരങ്ങൾ വീണ്ടും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സഭയിലുള്ള എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ പുതുവയസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലെ പുതുവർഷം ആയിരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു വർഷക്കാലം കർത്താവ് കാത്തു പരിപാലിച്ചവർക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവെ കല്ലും മുള്ളും നിറഞ്ഞ കഷ്ടയും പ്രയാസങ്ങളും നിറഞ്ഞ ലോകത്തിൽ കടന്നു പോയപ്പോഴും അവരൊക്കെ ദൈവം ഒരു വർഷം കാത്തല്ലോ. തരുന്ന ഓരോ നിമിഷവും കർത്താവിനുള്ളവരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ ഞങ്ങൾ സഹായിക്കുമാറാക്കണമേ കർത്താവെ. സഭയിലെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കേസിമത്യത്തിനായി പ്രാർത്ഥിക്കുന്നു. പ്രായത്തിന്റെ ക്ഷീണം അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരിടത്തെ രാജുവെന്ന സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറ്റു ഭാരങ്ങളും പ്രയാസങ്ങളും കർത്താവെ ബലഹീനരായിരിക്കുന്ന എല്ലാവരെയും തിരികരങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്നു. വർഷങ്ങളായി കിടക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ നിരാശയിലായിരിക്കുന്നവരെ കരങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്നു. സഭയുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ സഭകൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവ സഭകളൊക്കെ കർത്താവെ അർത്ഥവത്തായി തീരുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പള്ളികൾ വന്നാലും എത്ര വലിയ കെട്ടിടങ്ങൾ പണിതാലും കർത്താവെ അവിടെ യേശു ഉണ്ടായിരിക്കണമേ. പലതും അങ്ങനെ അല്ലാതെ പോകുന്നു ഞങ്ങൾ ഓർത്ത് വേദനിക്കുന്ന കർത്താവെ. ദൈവമേ ആരാധനകളെ അനുഗ്രഹങ്ങളെ ഞങ്ങളുടെ പങ്കാളിക്കായി ഞങ്ങളുടെ അധ്യക്ഷനായി സഭയിൽ ഓരോ പട്ടക്കാർക്കും ഓരോ ഉപദേശന്മാർക്കും ശുശ്രൂഷ ചെയ്യുന്ന ഓരോ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൂരെയൊക്കെ പോയി അന്യദേശത്തൊക്കെ പോയി കർത്താവെ മിഷൻ വയലുകളിൽ വലിയ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ കാത്തുകൊള്ളുമാറാക്കുന്ന കർത്താവെ. യേശു തമ്പുരാനെ കർത്താവ് ഞങ്ങൾക്ക് ദൈവത്തെ അന്വേഷിക്കാൻ കിട്ടുന്ന ഓരോ അവസരങ്ങൾ ഞങ്ങൾ നഷ്ടപ്പെടുത്തി കളയാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കുമാറാക്കുന്ന കർത്താവെ. ഞങ്ങളുടെ ദേശത്ത് തൊഴിലില്ലാതെ ഭാരപ്പെടുന്നു കർത്താവെ. സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ കൂടി വരുന്നു. ഞങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞു കിടക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇനി പരീക്ഷ നടക്കാനുള്ള കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. മുന്നോട്ട് എങ്ങനെ എന്ന് നിശ്ചയമില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാവുന്ന കർത്താവെ.
എല്ലാം തിരുകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്കൊന്നും അസാധ്യമല്ലല്ലോ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കാവുന്ന കർത്താവെ, ഞങ്ങളുടെ തലമുറകളൊക്കെ അനുഗ്രഹിക്കപ്പെടുന്ന രോഗമോഹങ്ങൾ അടിമപ്പെട്ടു പോകുന്ന ഓരോരുത്തരെയും ദൈവമേ അവിടുന്ന് വിളിച്ച് അവരെ രക്ഷിക്കുമാറാകണമെന്നത് ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ ആരാധനയും ഒക്കെ അതിന് മുഖാന്തരമാകണമേ. കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും അറിഞ്ഞ ഞങ്ങളുടെ കർത്താവിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ കൂടി ഞങ്ങളുടെ പ്രവർത്തിയിൽ കൂടി കർത്താവെ അത് സാധിച്ചു കൊടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. വന്ന കുറവുകളൊക്കെ ഞങ്ങൾ ക്ഷമിക്കണമേ. മാനവ മാത്രം അങ്ങേക്ക് മാത്രമാകട്ടെ. വീണ്ടും ഞങ്ങൾ കർത്താവെ ഒന്നിച്ച് കണ്ടുമുട്ടുന്ന സമയം വരെ ഞങ്ങളുടെ അങ്ങയുടെ വിശാലമായ ചിറകിന്റെ മറയിൽ ഞങ്ങളെ ഓരോരുത്തരും കാത്തു പരിപാലിച്ചു കൊള്ളണമെന്നേ. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു തമ്പുരാന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കേൾക്കുവാൻ കൃപയുണ്ടാകുമാറാകണമേ. ആമീൻ. ആമീൻ. പൊതുവുള്ള സ്തോത്ര പ്രാർത്ഥന ഉപയോഗിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സർവരുടെയും പിതാവേ, യോഗ്യയോടും സർവശക്തിയോടും സർവസന്മയ്ക്കായിട്ടും ആദരണയ്ക്കായിട്ടും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും സകലങ്ങൾക്ക് വേണ്ടി എല്ലാത്തിനും സ്നേഹത്തിന് വേണ്ടിയും പ്രഭാകരങ്ങൾക്ക് വേണ്ടിയും പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. ഹൃദയങ്ങൾ മായ്കൂടാതെ നിന്നെ സേവിക്കുന്നതിനും ഞങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങളുടെ നാളുകളൊക്കെയും ശുദ്ധിയോടും നീതിയോടും നടന്ന് അങ്ങനെ ഞങ്ങളുടെ കഥകൾ മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധമാക്കേണ്ടതിന് നിന്റെ സകലാംഗങ്ങളെ കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവരും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്തേക മനസ്സോട് പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2-3 പേരുടെ നാമത്തിൽ കൂടുമ്പോൾ അവരപേക്ഷം പ്രകാരം നൽകുമെന്ന് വാഗ്ദത്വം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമെന്ന് നിവർത്തി വരുത്തി ഇഹലോകത്തെ വിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. നിന്റെ കാര്യങ്ങള് പ്രത്യേകമായി അറിയിക്കട്ടെ. ഈ പ്രത്യേകമായ ശുശ്രൂഷയില് പങ്കെടുത്ത എല്ലാവരോടും പ്രത്യേകമായ നന്ദി അറിയിക്കുക. പ്രത്യേകിച്ച് വിജയ് വർഗീസ് ഈപ്പനച്ചൻ ഇംഗ്ലണ്ട് അയർലൻഡ് സഭകളുടെ ശുശ്രൂഷകനായി പ്രവർത്തിക്കുന്നു, പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അച്ഛനോടുള്ള പ്രത്യേക നന്ദി സ്നേഹം അറിയിക്കും. ബഹുമാനമുള്ള സിസി ജേക്കബച്ചൻ, രാജു ജേക്കബച്ചൻ, മറ്റ് നമ്മുടെ സഭാംഗങ്ങൾ എല്ലാവരോടും പ്രത്യേകമായ നന്ദി അറിയിക്കുക. നാം ഇന്ന് കേട്ട വചനം മറ്റുള്ളവർക്ക് ആതിഥേയത്വം നൽകുക എന്നുള്ളതാണല്ലോ. കഴിഞ്ഞ ഈ ആഴ്ചകളില് നമ്മുടെ സഭാജനങ്ങള് അതില് പങ്കാളികളായി ഏതാണ്ട് 35,000 രൂപയോളം സന്തോഷകരമായ സംഗതിയാണ്. ഇനിയും ആവശ്യങ്ങളുണ്ട്. കൂട്ടായ്മ കാണിച്ചതായ എല്ലാവരോടും പ്രത്യേകമായ വലിയ മനസ്സിന് പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഭീതിയുടെയും പ്രയാസത്തിന്റെയും ഞെരുക്കത്തിന്റെയും മധ്യത്തില് ധാരാളമായ ദൈവകൃപകൾ അനുഭവിപ്പാന് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവഹിതപ്രകാരം ആകുന്നുവെങ്കിൽ അടുത്ത ഞായറാഴ്ചയും ഇതുപോലെയുള്ള ക്രമീകരണം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത പാട്ടിന് ശേഷമായിട്ട് ബഹുമാനപ്പെട്ട ബേക്കർ കോമ്പൗണ്ട് മാനേജർ രാജു ജേക്കബച്ചൻ നമ്മോടൊപ്പം ആരാധന സംബന്ധിക്കുന്നു. അടുത്ത പാട്ട് ശേഷം അച്ഛന് പ്രാർത്ഥിക്കുന്നതും ബഹുമാനമുള്ള സിസി ജേക്കബച്ചൻ ആശീർവാദത്തോടു കൂടെ ശുശ്രൂഷ അവസാനിക്കുന്നതാണ്. അതിനുശേഷം
അല്പസമയം നമ്മുടെ ബന്ധങ്ങൾ പുതുക്കാനുള്ള സമയമാണ് എന്ന കാര്യവും അറിയിക്കുന്നു. കീർത്തനം 203. കീർത്തനം 203. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങൾക്കായി വിരിച്ചൊരുക്കിയ ഈ വലിയ മേശയിൽ ഈ കർത്തൃ ദിവസം രാവിലെ പങ്കാളികളാകുവാൻ ഞങ്ങളെ നീ ഇടയാക്കിയല്ലോ. ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ ആതിഥേയനാണ്. ഞങ്ങൾ അതിഥികൾ മാത്രമാണ്, വിളിക്കപ്പെട്ടവരാണ്. ദൈവമേ, ഞങ്ങളെ അവിടുന്ന് വിളിച്ച് ഈ മേശയിൽ ഞങ്ങളെ പങ്കാളികളാക്കിയതിനായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് ഒരു പ്രത്യേക സാഹചര്യത്തില് ലോകമെമ്പാടും ഉള്ള പ്രത്യേകമായിട്ടുള്ള പരിസ്ഥിതിയിൽ ഇപ്രകാരം ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ആത്മാവിന്റെ ഐക്യതയിൽ ഒരുമിച്ച് നിന്നെ ആരാധിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കിയതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് ലഭിച്ച തിരുവചനത്തിന്റെ ആഹ്വാനത്തിനായി സ്തോത്രം. തകർന്നവരെയും തള്ളിപ്പറയുന്നവരെയും
തമസ്കരിക്കുന്നവരെയും ഒക്കെ മാറോട് ചേർക്കുന്ന ഒരു നല്ല ആതിഥേയൻ, ഒരു നല്ല ഇടയൻ ഞങ്ങൾക്ക് ഉള്ളതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ പലപ്പോഴും കർത്താവെ നിന്നെ തള്ളിപ്പറഞ്ഞവരാണ്, ഞങ്ങൾ നിന്നെ ഉപേക്ഷിച്ചവരാണ്. എന്നാൽ ഞങ്ങളെ ചേർത്തണയ്ക്കുന്ന അവിടുത്തെ ദിവ്യ സ്നേഹത്തിനായി സ്തോത്രം. അയിമ്പ ശബ്ദം വീണ്ടും ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അവിടുന്ന് ഇന്ന് പകർന്ന് നൽകിയതിനായി സ്തോത്രം. ഈ ആരാധനയിൽ ഈ സമയം വരെയും വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. പ്രത്യേകിച്ച് ഈ തരം സൗകര്യങ്ങൾ ഞങ്ങൾക്ക് നൽകിയതിനായി നന്ദിയോടെ സ്തോത്രം. അവ പ്രയാസങ്ങൾ കൂടാതെ പ്രവർത്തിക്കുവാൻ അവിടുന്ന് ഇടയാക്കിയതിനായി നന്ദിയോടെ സ്തോത്രം. ഉച്ചകാടി ഇടവയ്ക്കായി സ്തോത്രം, കുടുംബങ്ങൾക്കായി സ്തോത്രം. ബഹുമാനമുള്ള ശ്രീയാൻ തോമസ് അച്ഛനെയും കുടുംബത്തെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങളോട് ദൈവവചനം സംസാരിച്ച അവിടുത്തെ ദാസൻ വിജി വർഗീസ് സീപ്പനച്ഛനായി സ്തോത്രം. സൂസൻ കൊച്ചമ്മയ്ക്കായി സ്തോത്രം. അടിയങ്ങൾക്ക് എല്ലാവരെയും ഇന്ന് ഈ പങ്കെടുത്ത എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് ഈ കർത്തൃ ദിവസം ഇപ്രകാരം അങ്ങ് ആരാധിപ്പാൻ ഞങ്ങളെ ഇടയാക്കിയല്ലോ. ദൈവമേ, അവിടുന്ന് ഞങ്ങളെ ചേർത്തത് കൊണ്ട് ദൈവമേ, ഞങ്ങള് മറ്റുള്ളവരെയും ചേർക്കേണ്ടവരാണെന്നുള്ള ആഹ്വാനം ഞങ്ങൾക്ക് ലഭിച്ചല്ലോ. കർത്താവ് മറ്റുള്ളവരെ മാറോടണപ്പാൻ, പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് പ്രയാസത്തിലും ദുരിതത്തിലൊക്കെ ആയിരിക്കുന്നവരെ കർത്താവ് അവരെ ചേർത്തണയ്ക്കുവാനും ഞങ്ങളെ സഹായിക്കണം. കർത്താവ് ഞങ്ങള് ഭവനങ്ങളിലൊക്കെ തന്നെ ആയിരിക്കുമ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിലും ആവശ്യമായിട്ടുള്ള കൃപകളെ ഞങ്ങൾക്ക് നൽകണമേ. ദൈവകൃപയിൽ അവിടെ ഞങ്ങളെ തുടർന്നും സൂക്ഷിക്കണമേ. യേശു മിശിഹാ മൂലം ദയോടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവത്തിന്റെ കൃപയുള്ള കരുണയിലും കാവലും നമുക്ക് നമ്മെ തന്നെ ഫലമേൽപ്പിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന് സമൃദ്ധിയായ കൃപകളും അനുഗ്രഹങ്ങളും നാം എല്ലാവരോടുകൂടിയും നാം പ്രാർത്ഥനയോർത്ത എല്ലാ വിഷയങ്ങളോടുകൂടിയും എല്ലായ്പ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. എല്ലാവരും സന്തോഷകരമായിരിക്കുന്നു എന്ന്